اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമുക്ക് വളരെ കുറഞ്ഞ അറിവേ തന്നിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ കോടാനുകോടി ജീവജാലങ്ങളിൽ ഏറ്റവും ഉന്നതരാണ് മനുഷ്യർ എന്ന് അള്ളാഹു പറയുമ്പോഴും അള്ളാഹു തആല തന്നെ പറയുന്നുണ്ട്, വളരെ കുറഞ്ഞ അറിവല്ലാതെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. വളരെ കുറഞ്ഞ അറിവ് എന്ന് പറയുമ്പോൾ മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ പറയുന്നുണ്ട്, ഈ ലോകത്ത് എത്ര സർവചരാചര വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളുടെ എണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇസ്മുകളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾക്ക് അൽ അസ്മാ വസ്സിഫാത്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. അപ്പൊ ഈ ലോകത്തുള്ള കോടാനുകോടി വസ്തുക്കളുടെ എണ്ണം കണക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾക്കൊക്കെ ലാഹിറുമുണ്ട്, ബാത്തിനുമുണ്ട്, ബാത്തിനുൽ ബാത്തിനുമുണ്ട്. ഇങ്ങനെയിരിക്കെ അള്ളാഹുവിൻ്റെ റഹ്മാനി എന്ന് പറയുന്ന ആ ഒരു പേരിൻ്റെ അതിൻ്റെ മഹാത്മ്യം പോലും ഉൾക്കൊള്ളാനുള്ള ഒരു ദൃഢത ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ടില്ല. അല്ലെങ്കിൽ റഹീം, ഖുദ്ദൂസ്, സലാം, മുഅ്മിന്, മുഹൈമിന് ഒരുപാട് പേരുകളുണ്ട്. ഏതെങ്കിലും ഒരു പേരിൻ്റെ പൂർണാർത്ഥത്തോടെ അതിൻ്റെ ഉൾസാരത്തോടെ മനസ്സിലാക്കാനും അതിൻ്റെ അകക്കാമ്പിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നടത്തുന്ന തദ്ബീറിനെ കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മനുഷ്യന്റെ അന്തരാളത്തിൽ അള്ളാഹുവിൻ്റെ നൂറ് കടക്കുമ്പോഴേ അല്ലാഹു തആല ഈ ലോകത്ത് നടത്തുന്ന തസറുഫാത്തുകൾ എങ്ങനെയാണ് എന്നൊരാൾക്ക് മനസ്സിലാകുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കീമിയാഉ സആദ എന്ന് പറയുന്ന കിതാബിൽ വിശദമായി ആ കാര്യം പറയുന്നുണ്ട്. ഒരു ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് മത്സ്യങ്ങൾക്ക് എങ്ങനെ ഭക്ഷണം നൽകുന്നു, കിലോമീറ്ററുകൾ അടിയിലുള്ള ആഴിയിൽ കിടക്കുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത കൂരിരുട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന മത്സ്യം, ആ മത്സ്യത്തിനക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് അള്ളാഹു നടത്തുന്ന തസറുഫാത്ത്, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മൾ അറിവ് വളരെ കുറഞ്ഞവരാണ്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ നേടുമ്പോൾ, ചില ഇസ്മുകളുടെ പൊരുളുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ചില ബിഷാറാത്തുകൾ ഉണ്ടാകുമ്പോൾ, സ്വപ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില ഇൽഹാമുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാണ് നമ്മൾ എവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളേറ്റവും അറിവിൻ്റെ ഉത്തംഗ സോപാനത്തിൽ വിരാജിക്കുന്ന ആൾക്കാരാണ് എന്ന് നമുക്ക് തോന്നുകയാണ്. സത്യത്തിൽ എവിടെയും എത്തിയിട്ടില്ല. ഒരു സാധാരണക്കാരനേക്കായും അള്ളാഹുവിനെ കുറിച്ച് അറിവുണ്ടാകും ഒരു ആലിമിനേക്കാളും അള്ളാഹുവിനെ കുറിച്ച് അറിവുണ്ടാകും ആരിഫിനിക്ക്. ആ ആരിഫ് തന്നെ വ്യത്യസ്തങ്ങളായ ഗ്രേഡുള്ള ആൾക്കാരാണ്. ആ ഗ്രേഡിങ്ങൾ മുകളിലോട്ട് പോകുന്നിടത്തോളം അല്ലാഹു തആലാന്റെ അറിവിനിക്കുള്ള വിശാലത കൂടുകയാണ്, തെളിവ് കൂടുകയാണ്.
അതെത്ര ആരിഫീങ്ങളാണെങ്കിലും കുത്തുബാണെങ്കിലും കുത്തുബുൽ അഖ്താബാണെങ്കിലും അവരുടെയൊക്കെ മുകളിലാണ് അമ്പിയാക്കളുടെ അറിവ്, അവരുടെയും മുകളിലാണ് മുർസലീങ്ങളുടെ അറിവ്, അവരുടെയും മുകളിലാണ് ഉലുൽ അസ്മുകളുടെ അറിവ്. അതിൻ്റെയും എത്രയോ മുകളിലാണ് ഉലുൽ ഇസ്തിഫാകുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവ്. അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ചില അള്ളാഹുവിന്റെ ചില പേരുകളുടെ തന്നെ റിയാദകൾ വീട്ടുമ്പോ, അല്ലെങ്കിൽ അതിൻ്റെ ഉന്നതമായ ആ മാരിഫത്തിന്റെ എന്തെങ്കിലും അംശം, അതിൻ്റെ ഒരു ആശയത്ത് നമ്മിലേക്ക് വരുമ്പോ സ്വാഭാവികമായി നമുക്ക് തന്നെ തോന്നുകയാണ് എന്ത്, നമ്മൾ അള്ളാഹുവിന്റെ മാരിഫത്ത് ലഭിച്ച ആൾക്കാരാണ്. മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നോക്കി കാണാനുള്ള കഴിവ് അള്ളാഹു താല തന്ന ആരിഫീങ്ങളെ സംബന്ധിച്ച് ആ കഴിവ് എന്ന് പറഞ്ഞത് വളരെ ചെറിയ കഴിവാണ്. ഒരു മനുഷ്യന്റെ ഹൃദയം, ആ ഹൃദയത്തിൽ ആ മനുഷ്യൻ എന്ത് വിചാരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഈ സമയത്ത് അദ്ദേഹം ചിന്തിക്കുന്നത് എന്ന് ഹൃദയത്തിലേക്ക് നോക്കി പറയാൻ കഴിവുണ്ടാകുക എന്നുള്ളത് ആരിഫീങ്ങളെ സംബന്ധിച്ചത് ചെറിയ ദർജയാണ്. അതിനേക്കാൾ എത്രയോ ദർജ കല്ലിന്റെ ഉള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിറ്റ് ചെയ്ത വിസ്മയങ്ങൾ, ഓരോ അണുവിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിസൂക്ഷ്മമായി കൊത്തിവെച്ച അത്ഭുതങ്ങൾ, അത് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, സ്വാലിഹീങ്ങളാകുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ചില പ്രഭാവങ്ങൾ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് നമ്മളെപ്പോഴും കളിമൺ കൂടിലാണ് ഇരിക്കുന്നത്. അത് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് യഥാർത്ഥ തന്മയത്വമുള്ള അള്ളാഹുവിലേക്ക് എത്തണം എന്നൊരു തോന്നൽ അവർ ഹൃദയത്തിലേക്ക് അപ്പോഴാണ് വരുന്നത്. അതുവരെ വരുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ, അതുപോലെ തന്നെ അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങൾ, അവരൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഈ മേഖലയെ തന്നെ, തസവൂഫിന്റെ മേഖലയെ തന്നെ വെറുത്ത ആൾക്കാരായിരുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ മേഖലയെ വെറുപ്പുള്ള ആളായിരുന്നു. അവരൊക്കെ അള്ളാഹുവിന്റെ ആരിഫീങ്ങളാവുന്ന ഔലിയാക്കളുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, നമ്മൾ പോകുന്ന പോക്കല്ല യഥാർത്ഥ പോക്ക്. ആരിഫീങ്ങളാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആ വഴിയിൽ സഞ്ചരിക്കുന്നത് അല്ലാഹുവിന്റെ ആരിഫീങ്ങളാണ് എന്ന് അവർ മനസ്സിലാക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ വിനയത്തോടു കൂടെ പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ ഖാദിരിയ തുരീഖത്ത് സ്വീകരിച്ച ആൾക്കാരുണ്ടാവും, റിഫായി ഷെയ്ഖിന്റെ തുരീഖത്ത് സ്വീകരിച്ച ആൾക്കാരുണ്ടാവും, ബഹുമാനപ്പെട്ട ഖാജ തങ്ങളെ വഴിയിൽ പോകുന്ന ചിശ്തി തുരീഖത്തിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, ബഹാഉദ്ദീൻ നഖ്ശബന്ദി തങ്ങളുടെ നഖ്ശബന്ദി തുരീഖത്ത്, സുഹ്റവർദി തുരീഖത്ത്, തിജാനിയ തുരീഖത്ത്, ഒരുപാട് തുരീഖത്തുകൾ ഉണ്ടല്ലോ, അതിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഷെയ്ഖിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നൂറ് നമ്മൾ കാണുമ്പോഴേക്ക് മറ്റുള്ളവർക്കൊന്നും തിരിയില്ല, അവരൊന്നും അറിവില്ലാത്തവരാണ്, അവരിപ്പോഴും പൊട്ടക്കിണറ്റിലെ തവളയാണ് എന്ന് വിചാരിച്ച് നമ്മൾ നടന്നാൽ അത് നമ്മളെ കുറിച്ചാണ് പറയുന്നത് എന്ന ബോധം നമുക്കുണ്ടാവുക. ഒരു യഥാർത്ഥ സൂഫി തൻ്റെ മനസ്സുകൊണ്ട് പോലും ഒരാൾ നോവിക്കാത്തവനാണ്. അവർക്കത് കഴിയില്ല. കാരണം ഈ ഹഖീഖത്ത് ഫാഇൽ അല്ലാഹു തആലയാണ് എന്ന് ഹൃദയം കൊണ്ട് ബോധ്യമായ, അത് ഹൃദയത്തിന്റെ ഉൾക്കണ്ണുകൊണ്ട് കണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവർ. അതുകൊണ്ട് തന്നെ ഒരു മുതസൗവിഫായ ഒരു സൂഫി മേഖലയിലേക്ക് പോകുന്ന, അതിലേക്ക് സഞ്ചരിച്ച ഒരാളെയും മാനസികമായോ ശാരീരികമായോ ഒരു നോട്ടം കൊണ്ടുപോലും ആക്രമിക്കാൻ അവർക്ക് കഴിയില്ല. അത്രയും ഹൃദയത്തിൽ അല്ലാഹുവിന്റെ തജല്ലിയാത്തുകൾ ഇറങ്ങി ആ കാരുണ്യത്തിന്റെ മേഖലയിലേക്ക് പറന്നുപോയ രാജകിളികളാണവർ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഓരോ എഴുത്തുകളും ഓരോ നാവും ഓരോ കൈയും അതൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എവിടേക്കും എത്തിയിട്ടില്ല, ഇനിയും എത്രയോ സഞ്ചരിക്കാനുണ്ട്. എപ്പോഴും പറയുന്നൊരു കാര്യം, പല ആൾക്കാരും പറയാറുണ്ട്, എപ്പോഴും അവർക്ക് മൂല്യന്മാരെ ചീത്ത പറയാന്ന് പറഞ്ഞൊരു ഇഷ്ടമാണ്. മൂല്യന്മാർക്കൊന്നും തിരിയില്ല, ഒരു ദുനിയാവിന്റെ ആൾക്കാരാണ്,
അങ്ങനെ പറയുന്നതിന് പ്രത്യേകമായൊരു ഇഷ്ടമാണ് അവർക്ക് പറയുന്നത്. ഉലമാക്കളിൽ എത്ര ആളുകൾ ത്വരീഖത്തിന്റെ അഖിലുകാരുണ്ട്, ആയിരക്കണക്കിന് ത്വരീഖത്തിന്റെ അഖിലുകാരുണ്ട്, ആരിഫീങ്ങളുമായി ബന്ധമുള്ള ആൾക്കാരുണ്ട്, അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി ആത്മീയ ബന്ധമുള്ള ആൾക്കാരുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുമ്പോഴേക്ക്, എന്തെങ്കിലും സ്വപ്നം കാണുമ്പോഴേക്ക് മറ്റുള്ളവർ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക നമ്മളിപ്പോഴും അവിടെ തന്നെയാണ്. അവരൊക്കെ വേണമെങ്കിൽ എത്രയോ മുകളിലോട്ട് കയറിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഹൃദയം നമ്മൾ നന്നാക്കുക. അള്ള പടച്ച ഒരാളോടും ദേഷ്യമില്ലാത്ത ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാകാൻ നമ്മളൊക്കെ ശ്രമിക്കണം. മഹാത്മാക്കളുടെ വഴി പിന്തുടരുന്ന ഒരാൾ ഹൃദയത്തിലും മറ്റൊരു വ്യക്തിയോട് ദേഷ്യമോ അതുപോലെ തന്നെ വെറുപ്പോ പകയോ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.